സ്കൂളിലൊക്കെ ഒരു പൂജയായിരുന്നു. ഞാൻ അച്ഛനായിട്ടോ പൂജിച്ചത്. എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു പൂജയ്ക്ക്. ഞാൻ വിലാസമ്മയുടെയും അച്ഛൻ്റെയും കുഞ്ഞപ്പൻ്റെ അച്ഛന്മാരുടെയും കൂടെയാണ് പോയത്. കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അടക്കവള പോയി സെറ്റായി വെച്ചു. പിന്നോട്ട് ടീച്ചർ വന്ന് വിളക്കിക്കൊടുത്ത് തന്നു. പിന്നെ വിളക്കും ചങ്ങത്തിലൊക്കെ എടുത്ത് ഞങ്ങൾ അച്ഛനെ പൂജിച്ചു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. പിന്നെ അച്ഛനെ തൊഴിൽ നമസ്കരിച്ചു. ഭക്തിയോടുകൂടി അവരുടെ പാദം രണ്ടുപേർക്കും തളികയിലെടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ അച്ഛൻ്റെ കാല് കഴിച്ചു. കാല് വെച്ചിരുന്ന തളിക തൊട്ട് അച്ഛൻ്റെ കാല് കഴുകിയ വെള്ളം തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു. വീണ്ടും ആ പാദങ്ങൾ എടുത്ത് ആ തളികയിൽ വെച്ചിട്ട് നിങ്ങളുടെ ടവൽ കൊണ്ട് ആ പാദങ്ങൾ എന്നിട്ട് ഒരു ടവൽ കൊണ്ട് ഒപ്പിക്കൊടുത്തു. നിങ്ങളുടെ മുമ്പിൽ അതുപോലെ ചന്ദനം കുങ്കുമം ഇവയുണ്ടാകും. അത് ചന്ദനം കുങ്കുമം ഉണ്ടെങ്കിൽ ആ തിലകം ഉള്ള പാദങ്ങളിൽ ചാർത്തുക. പിന്നെ കാലിന്മേലും നെറ്റിയിലും ചന്ദനവും കുങ്കുമം തൊടിച്ചു. കുറി ചാർത്തുക. ഓങ്കാരമോ ഇതുപോലെ ചെയ്യാം. അതുപോലെ അമ്മമാരെ അച്ഛന്മാരെ നെറ്റിത്തറത്തിലൊരു തിലകം പോയി ചാർത്തി കൊടുക്കുക. അമ്മയ്ക്കും അച്ഛനും സങ്കല്പിച്ച് നിങ്ങൾ പൂമാല കൊണ്ടുവന്നിട്ടുണ്ടാകും. ആ മാല നമ്മൾ മാല അണിയിക്കുന്നത് ഒന്നുമല്ല, നമ്മളെ ഒരു വലിയ ആദർശത്തെയാണ് നമ്മൾ ധരിക്കുന്നത്. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. പിന്നെ അച്ഛനെ മാലയടിച്ചു. പിന്നെ പൂക്കളിട്ട് അച്ഛൻ്റെ കാല് ഞാൻ പൂജിച്ചു. അപ്പോൾ നമസ്കാരം ചെല്ലുണ്ടായിരുന്നു. ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ ഓം ശ്രീ പിത്രേ ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ പിത്രേ ഓം ശ്രീ പിത്രേ നമഃ. ഓം ശ്രീ പിത്രേ ഓം നമഃ. പിന്നെ ഞാൻ ഒറ്റയ്ക്കച്ഛനെ ആരുന്നു. നമഃ ശിവായ. ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കൈകൊള്ളു. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അച്ഛനും അമ്മേനെ വിചാരിച്ചിട്ട് വട്ടങ്ങൾ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഞാൻ അച്ഛനും എനിക്കും മടലും തന്നു. അച്ഛൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് എനിക്കൊരു ഉമ്മയുണ്ട്. പരസ്പരം ഭാവയന്തഃ സ്വയം വാപ്സ്യത. പിന്നെ അവിടെ കുറെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു.
ഈ സ്കൂളിൽ എനിക്ക് കുറച്ച് മടുണ്ട്. എൻ്റെ കൂടെ എത്താൻ ഉണ്ടായിരുന്നു കേട്ടോ. അനിയൻകുട്ടി ഇതൊക്കെ കണ്ട് അന്തമിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ബൈ.